നമസ്കാരം. ഒരാചാരം നിന്നുപോയ കഥയാണ്. ഇത് കേൾക്കുമ്പം ചിലരൊക്കെ ചിരിക്കും, ചിലർ കളിയാക്കും, ചിലർ പഴി പറയും. ഇതൊന്നും എനിക്ക് ബാധകമല്ല. പണ്ട് ഇത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അച്ഛൻ്റെ വകയിലുള്ളൊരു സഹോദരി മരിച്ചുപോയി. അപ്പം പൂജാരി എന്ന് പറയുന്നത് ഞങ്ങളുടെ ജാതിയിൽ മന്ത്രവാദിയാണ്. മന്ത്രവാദി വന്നു പൂജകളൊക്കെ നടത്തി അവസാനം കർമ്മങ്ങൾ നടത്തുക. കരിക്ക് വെട്ടി കരിക്ക് വെള്ളം കൊടുത്തു ഡെഡ് ബോഡിക്ക്. അത് കഴിഞ്ഞ് തേങ്ങ തിരുമുന്ന അരിയും കൂടെ കുഴയ്ക്കും, ഇച്ചിരി വെള്ളവും ചേർത്ത്. എന്നിട്ട് ഉറ്റ മക്കളും ബന്ധുക്കളും സ്നേഹമുള്ളവരും ഇത് കുറേശ്ശെ വാരി ഈ ഡെഡ് ബോഡിയുടെ വായിലോട്ട് വെച്ച് കൊടുക്കും. ഞാനന്ന് കുഞ്ഞു പ്രായമാണ്, പള്ളിക്കൂടത്തിൽ പഠിക്കാറായില്ല, എങ്കിലും വർത്തമാനമൊക്കെ പറയും. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. തലേ ദിവസം വൈകിട്ടും ഒന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിച്ചില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ആ അരിയും പീരയും പോയി ആ വായിന്ന് വാരി തിന്നാൻ പോവുക, എനിക്കതുപോലെ വിശക്കുന്നു. അമ്മ പറഞ്ഞിടാ, ദോഷമാണ്, അങ്ങനെയൊന്നും ചെയ്യരുത്. പൂജാരി ഇത് കേട്ടു. എന്താ കുട്ടി പറഞ്ഞെന്ന് ചോദിച്ചു. അവൻ ആ വായിന്ന് അരിയും പീരയും വാരി തിന്നാൻ പോവാന്ന് പറഞ്ഞു. പൂജാരി അല്പനേരം ഒന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഈ ആചാരം ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തിക്കോണം. ഇനി ആരെങ്കിലും മരിച്ചാൽ ഈ അരി എടുത്ത് അവർക്ക് പട്ടിണിക്കഞ്ഞി വെച്ച് കൊടു. നാട്ടിലന്ന് ഭയങ്കര ദാരിദ്ര്യമാണ്. ഇങ്ങനെ ആ ആചാരം നിന്നുപോയി. നിങ്ങൾക്ക് എങ്ങനെ വേണേലും തയ്ക്കാം. എൻ്റെ ഒരു പഴയ അവസ്ഥ ഞാൻ പറഞ്ഞതാണ്. ഇത് ലോകം അറിയണ്ടേ. ഞാൻ അധർമ്മത്തിനെതിരെ വാള് വീശി നിന്നത് ചിലർക്ക് സഹിക്കത്തില്ല, ചിലർക്ക് സൂഹിക്കത്തില്ല. നല്ല പ്രവൃത്തി ചെയ്യുന്നവന് എന്നും നല്ലതാണ്. അവനെ ഞങ്ങൾ അംഗീകരിക്കും, അവനെ ഞങ്ങൾ ആദരിക്കും. അവന് ഇലക്ഷനിൽ നിന്നാൽ അവന് ഞങ്ങൾ വോട്ട് ചെയ്യും. നാട്ടിൽ പീഡനവും നടത്തി, ചൂഷണവും നടത്തി, കൊള്ളയും നടത്തി, കൊലപാതകവും നടത്തി, മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്മാർക്കെതിരാണ് ഞാൻ. അതിനി നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞാനത് മേടിക്കും. നിങ്ങൾ ശിക്ഷിച്ചോ. കാട്ടാളൻ്റെ ശിക്ഷ ആരെയും ഭയക്കുമോ? കാട്ടാള, കോല്യാത്തെ, രത്നാകര, കൊള്ളക്കാര, അമ്പലം വിഴുങ്ങി, ഇതൊന്നൊക്കെ നിൻ്റെ പര്യായമാണ്. നിനക്കെതിരാ ഞാൻ. അതുകൊണ്ട് നീ ഇതൊക്കെ കേട്ടിട്ട് എന്ത് വേണേലും നടപടിയെടുക്കാം. എനിക്കൊരു വിരോധവും ഇല്ല. ഞാൻ മരിക്കാറായ വ്യക്തിയെ, എനിക്ക് ഒത്തിരി അസുഖമുണ്ട്. ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ തട്ടിപ്പോകാം, ചിലപ്പോൾ നാളെ തട്ടിപ്പോകാം. ദിവസങ്ങൾ എണ്ണി ജീവിക്കുന്നവനാണ് ഞാൻ. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ലോകജനതയോടൊന്ന് പറയണ്ടേ. നന്ദി, നമസ്കാരം.